ആൽബർട്ട് നൊബേലിനെ കുറിച്ച് നമുക്കറിയാം. നൊബേൽ പുരസ്കാരത്തോടൊപ്പമാണ് അദ്ദേഹത്തിൻ്റെ നാമവും ചേർത്ത് നാം പൊതുവെ അറിയപ്പെടുന്നത്. എന്നാൽ ഒരു വ്യക്തി എന്ന നിലയിൽ ആൽബർട്ട് നൊബേൽ ആരായിരുന്നു? നഷ്ടപ്രണയങ്ങളുടെ ഒരു തീരാ കഥ തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഒരു വലിയ വ്യവസായി ആവാൻ ആഗ്രഹിച്ചിരുന്നില്ല, ഒരു കവിയാകാനാണ് ആഗ്രഹിച്ചിരുന്നത്. പിതാവിൻ്റെ നിർബന്ധം മൂലമാണ് അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിൽ ഇദ്ദേഹം പോവുകയും അങ്ങനെ ആ തൊഴിലിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തത്. ഈ സ്ഫോടക വസ്തുക്കളൊക്കെ നിർമ്മിക്കുന്ന. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മനസ്സ് സന്തോഷപൂർണ്ണമായിരുന്നില്ല. തൻ്റെ വിൽപ്പത്രത്തിൽ അദ്ദേഹം എഴുതി വെച്ചത് ഈ നൊബേൽ സമ്മാനം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കഥകൾ മാത്രമല്ല. അതായിരിക്കും നമ്മൾ അറിയുന്നത്. അദ്ദേഹം അതിൽ അവസാനം എഴുതിയത് പണത്തെ നിങ്ങൾ സ്നേഹിക്കാതിരിക്കുമെന്നാണ്. കാരണം ജീവിതകാലം മുഴുവൻ അവിവാഹിതനായി കഴിഞ്ഞ വ്യക്തിയാണ് ഈ നൊബേൽ. അദ്ദേഹത്തിന് ഒരുപാട് പ്രണയങ്ങളുണ്ടായിരുന്നു, ഒരുപാട് പെൺകുട്ടികളുമായി ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും മുൾമുനകളിലൂടെ സഞ്ചരിക്കേണ്ടി വന്ന ഒരു ഘട്ടത്തിൽ ഇവരെ ഒന്നും ജീവിത ആരെയും ഒരാളെപ്പോലും ജീവിത പങ്കാളിയാക്കാൻ നൊബേലിന് കഴിഞ്ഞില്ല. അദ്ദേഹം തൻ്റെ വിൽപ്പത്രത്തിൽ എഴുതിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ഞരമ്പുകൾ കീറി മുറിച്ച് ഞാൻ മരിച്ചു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തൂ, അതിനുശേഷമേ എന്നെ നിങ്ങൾ അടക്കം ചെയ്യാവൂ. കാരണം അന്നത്തെ സാഹചര്യത്തിൽ ഈ മരിക്കും മുമ്പ് തന്നെ മൃതപ്രായമാവുമ്പോൾ തന്നെ ഈ അടക്കം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ശാസ്ത്രം അത്ര പുരോഗമിക്കാത്തൊരു കാലഘട്ടം കൂടിയായിരുന്നു. അതുകൊണ്ടായിരിക്കാം നൊബേൽ അങ്ങനെ എഴുതി വെച്ചത്.